അങ്ങനെ മഴയൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ 1-ാം തീയതി മുതൽ ഞാൻ വീണ്ടും ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകാൻ തുടങ്ങി. വൈകുന്നേരം മറ്റൊരു ട്യൂഷൻ സെൻറ്ററുണ്ട്, അവിടെ 8 മുതലുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്. അവിടെ എനിക്ക് ബുധനാഴ്ച, ഇന്ന് ബുധനാഴ്ചയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന്, ബുധനാഴ്ച രാവിലെ 7:15 തൊട്ടാണ് 9-ാം ക്ലാസ്സിനാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 ട്യൂഷൻ സെൻറ്ററിൽ കയറിയിട്ടുണ്ട് പഠിപ്പിക്കാനായിട്ട്. രണ്ടിടത്തും 2 തരത്തിലുള്ള കുട്ടികളാണെന്ന് വെച്ചാൽ, ഒന്നിച്ചിരി മുതിർന്ന കുട്ടികൾ. ആദ്യം എൻ്റെ വീടിനടുത്തുള്ള ട്യൂഷൻ സെൻ്ററാണ്. അവിടെ കുഞ്ഞു കുട്ടികൾ 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ട്, 10 വരെയുള്ളവരുണ്ട്. അപ്പോൾ ഈ വർഷം തുടങ്ങിയതേ ഉള്ളൂ, കുട്ടികളായി വരുന്നതേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അതായത് ക്ലാസ് തുടങ്ങിയ സമയമല്ലേ. അപ്പോൾ ഈ ഒരാഴ്ച ഇങ്ങനെ റഫായിട്ട് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം അക്ഷരങ്ങളൊക്കെ നോക്കുക, എഴുതിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് നോക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് മലയാളമൊക്കെ അക്ഷരങ്ങളൊക്കെ എഴുതിപ്പിച്ച് നോക്കി. എനിക്ക് വളരെ സങ്കടം തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, മലയാളം മീഡിയക്കാരങ്ങനെ ഇല്ല. ഇപ്പം ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ പോലും എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇന്ന് ഞാൻ 9-ാം ക്ലാസ്സിന് ക്ലാസ് എടുക്കാൻ നേരത്ത് ഹിസ്റ്ററിയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇംഗ്ലീഷ് മീഡിയം എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പം മുഴുവൻ പേര്. അപ്പോൾ എനിക്ക് സംശയം, ഇനി മലയാളം മീഡിയക്കാരെങ്കിലും ഉണ്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, മലയാളം മീഡിയം ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരേ ഒരാളേ ഉള്ളൂ മലയാളം മീഡിയം, ബാക്കി ഫുള്ള് ഇംഗ്ലീഷ് മീഡിയമാണ്. എന്നാൽ ഇതെന്താണ് യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾക്ക് സംഭവിച്ചത്? ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കട്ടെ, ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ കുട്ടികളെ ഇത്തരത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറ്റിയത്. പക്ഷേ അതിൻ്റെ ഒരു പ്രയോജനം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് എനിക്ക് വല്ലാതെ സംശയമുണ്ട്. കാരണം 7-ലോ 8-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷ് അക്ഷരമാല എഴുതുമ്പോൾ തന്നെ തെറ്റുന്നുണ്ട്. അതിനൊപ്പം ഇംഗ്ലീഷ് എഴുതും, ചില വാക്കുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുമാത്രമല്ല, മലയാള അക്ഷരങ്ങൾ പൊതുവേ ഇല്ല, അത് കറക്റ്റായിട്ട് അവർക്ക് അറിയില്ല. പലതിനെക്കുറിച്ചും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അതാണ് ഭയങ്കരമായിട്ടും വിഷമമാണ്. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ തുടക്കം ശരിയാക്കി എടുക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച്, ഞാനൊരു കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഈ അക്ഷരങ്ങളെല്ലാം എഴുതിപ്പിച്ച് നോക്കും. കാരണം അക്ഷരങ്ങൾ അറിയാത്ത ഒരാൾ എന്താണ് കൂടുതലായിട്ട് പഠിക്കുക? അവർക്കൊന്നും തന്നെ പിന്നെ പഠിക്കാൻ പറ്റില്ല. അക്ഷരങ്ങൾ ഓരോന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് ചേർത്ത് വാക്കുകളും വാക്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ ഈ അക്ഷരങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് വായിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അക്ഷരങ്ങൾ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് പിന്നെ പഠിത്തത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായതുകൊണ്ട് ഇപ്പം സ്റ്റേറ്റ് സിലബസ് അല്ല, CBSE ഒക്കെ ആണെങ്കിൽ അവർ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തിട്ട് കൂട്ടക്ഷരത്തിൽ എഴുതാനായിട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ കഴ്സീവ് ലെറ്ററിൽ എഴുതാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അക്ഷരങ്ങൾ വലിയ പ്രശ്നമില്ല, ഇംഗ്ലീഷിൽ എഴുതിയൊരു പോകുന്നുണ്ട്. പക്ഷേ ഈ ഓരോ അക്ഷരങ്ങളും ഒന്ന് പെറുക്കി എഴുതൂ ABCD എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റ് വരുന്നു. മലയാളം ഒന്നുമില്ല. എനിക്കങ്ങ് സങ്കടവും വരും കുട്ടികളുടെ ഒരവസ്ഥയെക്കുറിച്ച്. അപ്പം ഞാനിങ്ങനെ സാറിനോട്
സംസാരിച്ചു. സാറേ, കുട്ടികളൊക്കെ വളരെ വല്ലാണ്ട് ഒരു ഇതിലാണ് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. പഠനത്തിൻ്റെയൊക്കെ രീതി മാറിയപ്പം ഇപ്പം വന്നല്ലോ, എല്ലാവരും ജയിപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ മാറ്റങ്ങൾ വന്നപ്പം ഇപ്പം രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതായാലും ആ ഒരു മാറ്റം വന്നത് കാര്യമായി. പഠിക്കുന്നവർ മാത്രം പോകും, പഠിക്കാത്തവർക്കും ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ട് ഇല്ലേ. ഇപ്പം 10ാം ക്ലാസ് പാസ്സായിട്ട് ജോലിയില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? പക്ഷെ 10ാം ക്ലാസ് ജയിക്കാത്തവരും എന്തെല്ലാം നല്ല നല്ല ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ പഠിക്കുന്നവർ, പഠിക്കാനായിട്ട് ശ്രമിക്കുന്നവർ ഒക്കെ ജയിച്ചാൽ മതി. അല്ലാതെ പഠിക്കാത്ത ഒരു കുട്ടി, അക്ഷരം വായിക്കാനും എഴുതാനും അറിയാത്ത ഒരു കുട്ടി 10 ജയിച്ച് കഴിഞ്ഞിട്ട് എന്തിനാണ് വെറുതെ അല്ലേ. എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയുകയാണ്. ഇത് കേൾക്കുന്ന ഏതൊരു രക്ഷിതാവിനും പ്രശ്നം ഉണ്ടായാലും എനിക്ക് അത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ആദ്യത്തെ പഠിത്തം തുടങ്ങുന്ന വീട്ടിൽ നിന്നാണ്. നിങ്ങളുടെ കുട്ടിയെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഉറപ്പായിട്ടും കുട്ടികൾ അക്ഷരം പഠിക്കാതെ പോകുന്നത്. ഒരു ട്യൂഷൻ അങ്ങോട്ട് വിട്ടു, അവിടെ നിന്ന് പഠിച്ചോളും എന്ന് കരുതിയാലെല്ലാം ആവില്ല. അവർ പഠിപ്പിച്ച് ഇപ്പം അംഗനവാടി കൊണ്ടുവിടുന്നു, അല്ലെങ്കിൽ കളരിയിൽ കൊണ്ടുവിടുന്നു. അവിടെയാണ് അക്ഷരം തുടങ്ങുന്നത്. അല്ലെങ്കിൽ LKG UKG ആ സമയത്തൊക്കെ അക്ഷരം തറവാക്കണം. സ്കൂളിൽ നിന്ന് എഴുതിക്കൊണ്ട ഹോംവർക്ക് കുട്ടികൾ അതുപോലെ വരച്ച് വയ്ക്കുന്നു എന്നതിലല്ല കാര്യം. അവരുടെ കൂടാതിരുന്ന് അത് മനസ്സിലാക്കി കൊടുക്കണം, ചോദിക്കണം. കാരണം ഇപ്പം വീടുകളിലൊക്കെ ട്യൂഷനുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ കാണും. എല്ലാവർക്കും ഒരുപോലെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഇവന് പഠിച്ചേ പറ്റുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ ആയുധമെടുക്കുന്ന രീതിയിലുള്ള രക്ഷിതാക്കളുണ്ട് ഒരുപാട്. അപ്പം ഈ നാട്ടിൽ ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ടില്ല. അപ്പോൾ ഞാൻ സാറിനോട് സംസാരിച്ചപ്പോൾ 9ാം ക്ലാസ്സിലാണ് കയറിയത്. 50 കുട്ടികളുണ്ട്. ഈ 50 കുട്ടികളിൽ അത് അടുത്ത ആഴ്ചയാകുമ്പോൾ 2 ഡിവിഷനിലേക്ക് മാറും. കുറച്ച് കുട്ടികളൂടെ വരും. അപ്പം നല്ല സ്ട്രെയിനാണ്. ഞാനിവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ സൗണ്ട് അങ്ങ് തുറന്നു പോയിട്ടുണ്ടോ എന്ന് വീണ്ടും. അപ്പം തൊണ്ടയ്ക്ക് എവിടെയോ ഒരു ഇതും വന്നതുപോലെ എനിക്ക് തോന്നുന്നു. നല്ല സ്ട്രെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയും ഒച്ചത്തിൽ സംസാരിച്ചിട്ടാണ് എനിക്ക് ലാസ്റ്റിരിക്കുന്ന കുട്ടിയെ വരെ കേൾക്കാം. പക്ഷേ ആൺകുട്ടികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ ഈ പുറത്തേക്ക് നോക്കിയിരിക്കുക. ഞാൻ ഫസ്റ്റ് ക്ലാസ് അല്ലേ, പുറത്തേക്ക് നോക്കിയിരിക്കുക. അല്ലെങ്കിൽ ഒരു ഒന്നിനും ഒരു താല്പര്യമില്ലാതെ എന്തോനോ വേണ്ടി വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സിലിരിക്കുന്നു എന്ന രീതിയിൽ മുഖത്തെഴുതി വെച്ച പോലാണ് ആൺകുട്ടികളിൽ ഭൂരിഭാഗം ഇരിക്കുന്നത്. അതിന് മറിച്ച് പെൺകുട്ടികളാണെന്ന് വെച്ചാൽ സംസാരത്തിൻ്റെ ആശാട്ടിമാരെന്ന് പറയത്തില്ലേ, അതിൽ 75% കുട്ടികളും സംസാരമാണ്. കുറച്ച് കുട്ടികൾ മാത്രം അടങ്ങിയിരിപ്പുണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാനായിട്ട്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ രണ്ടിടത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, പിള്ളേരോട് വെറുതെ ദേഷ്യപ്പെടാൻ പോവല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞമ്മ ഇല്ല, അതൊക്കെ പണ്ടായിരുന്നു. കാരണം എൻ്റെ ജോലിയോട് അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന ശമ്പളത്തിനോട് എനിക്ക് ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു. കുട്ടികളെ പഠിപ്പിച്ചേ പറ്റുള്ളൂ, കുട്ടികൾ പഠിച്ചേ പറ്റുള്ളൂ, ഇതെൻ്റെ അങ്ങ് നിർബന്ധമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു. ആ സമയത്ത് നമുക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ അവിടുത്തെ പ്രിൻസിപ്പൾ എനിക്ക് വടി തരത്തില്ലായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ തല്ലും എന്നറിയാം. അങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, കുട്ടികൾ വരത്തില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാതെ എപ്പോഴും പിടിച്ചിട്ട് പിള്ളേരെ തല്ലത്തൊന്നുമില്ല, പറയുന്നത് കേൾക്കണം, അതേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ചെറുപ്പമല്ലേ. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് സൈലൻ്റ് ആക്കാനുള്ള ഒരു പവർ ഞാൻ എൻ്റെ കണ്ണിനെപ്പോഴും കൊടുക്കാറുണ്ട്. കാരണം വർത്തമാനം പറയാതെ നമ്മളൊന്ന് നിശബ്ദരായി അല്ലെങ്കിൽ ടീച്ചറൊന്ന് നിശബ്ദയായിട്ട് കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുന്നു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെല്ലാം നിശബ്ദരാകും. അതിനൊരു മാറ്റമില്ല. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ അവരുടെ ഒരു സംസാരം
മാറ്റിയിട്ടുണ്ട്. ഈ സംസാരം എപ്പോഴാണ് വരുന്നത് വെച്ചാൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവർ സംസാരിക്കില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഉദാഹരണം പറയാനായിട്ട് ഇങ്ങനെയാണ് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ സംസാരം തുടങ്ങും. ഇതാണ് സംഭവം. നമ്മൾ നിർത്താൻ പാടില്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങും. അപ്പം ഞാൻ കുട്ടികളോട് എല്ലാവരോടും ചോദിച്ചു, എന്താണ് എല്ലാവരുടെയും ഭാവിയെക്കുറിച്ചുള്ള ആഗ്രഹം, എന്തായി മാറണം എന്നൊക്കെയുള്ള. അപ്പോൾ ഓരോരുത്തരും ഓരോരോ ഡോക്ടർ, എൻജിനീയർ, നേഴ്സ്, ബ്യൂട്ടീഷ്യൻ, പിന്നെന്താണ് പൈലറ്റ്. ആൺകുട്ടികൾക്ക് കൂടുതലും പേർക്കും പ്രത്യേകിച്ച് ഒരാഗ്രഹവും ഇല്ലെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചൊന്നുമില്ല ടീച്ചറെ. കുറച്ച് പേർക്ക് ഫുട്ബോൾ പ്ലെയർ ആവണമെന്ന്, ചിലർക്ക് ആർമി, നേവി, എൻജിനീയർ, അങ്ങനെ കുറച്ച് പേര് പറഞ്ഞു. കൂടുതൽ പേർക്കും ഒന്നും ഇല്ല ചിന്ത എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞു, ഇപ്പോൾ ഒന്നും ചിന്തിച്ചിട്ടില്ല ടീച്ചറെ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതെന്തേ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചിന്തിക്കാൻ? അല്ല, അതിനനുസരിച്ചല്ലേ വേണ്ടത്. ഞാൻ പറഞ്ഞു, ആരാ പറഞ്ഞത്? നിങ്ങളുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് 10ആണ്. 10ാം ക്ലാസ്സിലെ മാർക്കിനനുസരിച്ചാണ് നിങ്ങൾക്ക് അങ്ങോട്ട് ഓരോ കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. 10 വരെ നമുക്ക് ഇപ്പം 10ാം ക്ലാസ്സിൽ 10 വിഷയമാണ്. നേരത്തെ അതിൽ കൂടുതലുണ്ടായിരുന്നു. ആ 10 വിഷയം നമ്മൾ പഠിക്കണം അല്ലേ? അതിന് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അത്രയും വിഷയം പഠിച്ചെങ്കിൽ മാത്രമേ 10ലെ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. ആ പരീക്ഷയുടെ മാർക്കിനനുസരിച്ചാണ് നമുക്ക് പിന്നെ ഓരോ കോഴ്സും തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ആ ഓരോ കോഴ്സിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളുടെ ജോലിയൊക്കെ ഭാവിയൊക്കെ നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തീരുമാനിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതിലിങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്താണോ ആഗ്രഹം എന്നുള്ളത് തീരുമാനിച്ച് വയ്ക്കുക. പിന്നെ 9ാം ക്ലാസ്സാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്ന ക്ലാസ്. കാരണം അടുത്ത വർഷം എന്ന് പറയുന്നത് നിങ്ങളോട് കൂടുതലൊന്നും പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടാത്തൊരു ഇതാണ്. 9ാം ക്ലാസ്സിലെ വിഷയങ്ങളൊക്കെ ഇച്ചിരി ടഫാണെന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കാം. 9ാം ക്ലാസ് ഇച്ചിരി പ്രശ്നമാണ്. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറേ കൂടെ എളുപ്പമാണ് എന്നാണ് പറയപ്പെടുന്നത്. തൊണ്ടയ്ക്ക് എന്തോ എവിടെയോ ഒരു ഉടക്കുന്ന പോലൊരു ഫീലുണ്ട്. അത്രയും സംസാരിച്ചതുകൊണ്ടായിരിക്കും. അപ്പം 9ാം ക്ലാസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ക്ലാസ് തന്നെയാണ്. കാരണം ഹൈസ്കൂളിൻ്റെ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ക്ലാസ്സാണല്ലോ 8, 9, 10. അപ്പോൾ 9ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പം കൂടുതൽ അലസത കാണിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇച്ചിരി മാത്സ് സംതിങ് ചില വിഷയങ്ങളൊക്കെ ഇത്തിരി ടഫാണെന്ന് പറയുന്നത്. പക്ഷെ 10ാം ക്ലാസ് അതിനേക്കാളും ഇച്ചിരി കൂടെ എളുപ്പമാണ്. നന്നായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് മേടിക്കാം. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ രീതി അത് അങ്ങനെയാണ്. ഒരു പണ്ടത്തെ ഫസ്റ്റ് ക്ലാസ്സുകാരെല്ലാവരും ഇന്നത്തെ രീതിയിലേക്ക് മാറുമ്പോൾ ഫുൾ A+ ആണ്. പണ്ട് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നവർക്ക് ഇന്നെന്താണ് അവരുടെ ആ മാർഗം എന്ന് പറയുമ്പം ഇന്നത്തെ ഫുൾ A+ന് തുല്യമാണ്. ആ രീതിയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അതുകൊണ്ടൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുൾ A+ വാങ്ങിക്കാം. അപ്പോൾ ഞാനതൊക്കെ കുട്ടികളോട് പറഞ്ഞു. ഹിസ്റ്ററിയുടെ ഒരു തുടക്കമൊക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും എങ്ങനെ ക്ലാസ്സൊക്കെ ക്ലാസ് ഞാൻ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ തമാശകളൊക്കെ പറയുന്നുണ്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ അങ്ങനെ പോയി. ഇഷ്ടപ്പെട്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങളോട് സാറ് ചോദിക്കും, പ്രിൻസിപ്പൾ വന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറയാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണും. എങ്ങനെയാണ് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് എന്നോട് പറയാൻ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും കാണും. പക്ഷേ സാറിനോട് പറയാൻ വേണ്ടിയിട്ട് മടിക്കുകയേ ചെയ്യില്ല. എന്നെക്കുറിച്ച് എന്താണോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അത് നിങ്ങൾ എന്തായാലും സാറിനോട് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇനി ഞാൻ പഠിപ്പിക്കാൻ വരത്തുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പം പോകുന്ന സമയത്തെന്ന് പറഞ്ഞാൽ മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പം കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ സൈക്കിൾ എടുത്തിട്ടാണ് ഞാൻ പോയത്. തിരിച്ചു വന്നപ്പം ആ ക്ലാസ് തീരുന്ന സമയമായപ്പോൾ 8:15
നല്ല മഴ. ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പുറത്തെ ഓഫീസ് റൂമിലേക്ക് വന്നത് പിള്ളേരോടെല്ലാം ചോദിക്കുന്നുണ്ട് കുടയുണ്ടോ. പക്ഷെ കുട്ടികളുടെ ആരുടെയും കയ്യിൽ അങ്ങനെ കുടയില്ല. കാരണം എല്ലാവരും സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുടയ്ക്ക് പകരം എല്ലാവരും റെയിൻ കോട്ടാണ്. പിന്നെ ഒരാളുടെ കയ്യിലുണ്ടായിരുന്നു കുട. അപ്പോൾ ഞാൻ ചോദിച്ചു, നനയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ? ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇവിടെ വരെ വന്നു. അപ്പം ഞാനാദ്യം ഓർത്തത് അടുത്ത ക്ലാസ് എടുക്കുന്ന സാറ് കുടയുമായിട്ട് അങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് അവരപ്പോൾ അവിടെ നിന്നിട്ട് കുട ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏതായാലും എന്താണെന്നറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ആ കുട്ടിയുടെ കുട വാങ്ങിച്ചിട്ട് ടീച്ചേഴ്സൊക്കെ ഇരിക്കുന്നിടത്തേക്ക് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ നിന്നവർ ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായായിരുന്നോ കുടയുടെ കാര്യം? ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പം ഒരു സാറും ടീച്ചറോട് പറഞ്ഞു, ടീച്ചറിനെ റാഗ് ചെയ്യുകയാണ് ഇന്ന് ഇത്തരത്തിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞതെന്നറിയാം, ആ ടീച്ചർ നമ്മൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ മന്ദബുദ്ധിയാണ്. ഞാൻ അന്നപ്പോൾ എന്നോട് ചോദിച്ചു മനസ്സിലായി. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, കുടയും കൊണ്ട് വരാനാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ കുടയും കൊണ്ട് വരുമ്പം ഇപ്പം ഇവിടുന്ന് ആരാണോ പോകുന്നത് അവരുടെ കയ്യിൽ തിരിച്ചു കൊടുത്ത് വിട്ടാൽ മതിയല്ല, അപ്പോൾ കുട അവിടെ എത്തുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഓഫീസിൽ കയറി. അപ്പം ഞാൻ അവിടെ നമുക്ക് ട്യൂഷൻ സെൻറ്ററിന് ഒരു ആപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വൈഫൈ ഒക്കെ ഉണ്ട് അവിടെ. അപ്പം അങ്ങനെ അവിടെ നിന്ന് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തു. പിന്നെ എനിക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ അറ്റൻഡൻസൊക്കെ മാർക്ക് ചെയ്യുന്നത് ഫോൺ വഴിയാണ്. അപ്പോൾ അതെല്ലാം തന്നെ നെറ്റ് കണക്റ്റ് ആണ്. അപ്പം നമ്മൾ ആബ്സെൻ്റ് ആകുന്ന കുട്ടിയുടെ വീട്ടിലേക്ക് മെസ്സേജ് പോകും, ഇന്ന് ഈ കുട്ടി ആബ്സെൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ സാറ് ചെയ്തേക്കുന്നത്. അപ്പം ടീച്ചറെ കറക്റ്റായിട്ട് ചെയ്യണം. ഒരാൾ വന്നില്ല എന്നുള്ളൊരു ശ്രദ്ധിക്കാൻ സാറെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇനിയും പിന്നെ ഞാൻ പുതിയ ആളല്ലേ, അപ്പം അതൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ നെറ്റിൽ ചെയ്യാനുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പം നല്ല മഴയാണ്. എനിക്കാണെങ്കിൽ ഇവിടെ രാവിലെ ഞാൻ 5:30 ആയപ്പോൾ എണ്ണീറ്റ്. അപ്പം ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും മോക്ക് ഈ വെട്ടം അടിച്ചപ്പം ബുദ്ധിമുട്ട്. പിന്നെ അവൾ കിടന്ന് ബഹളമായിരുന്നു. പിന്നെ ഉറക്കി കിടത്തിയിട്ടൊക്കെയാണ് ഞാൻ റെഡിയായി പോയത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തായിരിക്കും, എണ്ണീറ്റ് കാണില്ല. കാരണം ഇടയ്ക്കൊക്കെ ഉണർന്ന് ഇന്നലെ ഇടയ്ക്ക് കറണ്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഉറക്കം ശരിയായിട്ടില്ല. അതുകൊണ്ട് ഇത്തിരി താമസിക്കും. പിന്നെ മഴയുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ താമസിക്കും എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എങ്കിലും മഴ തീരാനായിട്ട് ഞാൻ നിന്നില്ല. ഞാൻ സാറിനോട് സാറേ ഞാൻ പൊയ്ക്കോട്ടെ ചോദിച്ചാൽ ശരി പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷെ മഴയുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും ലോങ്ങായിട്ട് സൈക്കിൾ ചവിട്ടുന്നത്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ 9ലും 10ലും അങ്ങോട്ട് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് അച്ഛൻ സൈക്കിൾ വാങ്ങിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും BSAയുടെ പഴയ മോഡൽ സൈക്കിളല്ലേ, അതാണ് നീല കളറ്. അങ്ങനെ ആ സൈക്കിൾ വാങ്ങിക്കുന്നത് എന്നാണ്. അപ്പോൾ ആ ഒരു ആ സൈക്കിള്, അതിൻ്റെ യാത്ര അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ് ആ യാത്ര. കാരണം നമുക്ക് വലിയ പേടിക്കേണ്ട കാര്യമില്ല. പതുക്കെ പോയാൽ മതി. നമ്മുടെ ഇഷ്ടാനുസരണം പതുക്കെ ഒരു സൈഡ് പിടിച്ച് ഇങ്ങനെ പോകാം. മഴയാണേലും വെയിലാണേലും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകാം എന്നുള്ളത്. അപ്പം ഇവിടെ ആണെങ്കിലും വണ്ടി വാങ്ങിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വണ്ടി വേണ്ട, എനിക്ക് സൈക്കിൾ മതി എന്ന് പറയും. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു സൈക്കിൾ വാങ്ങിക്കാം. ഞാൻ പറഞ്ഞിങ്ങനെ ദൂരമുണ്ട് കുറച്ച്, സൈക്കിൾ വാങ്ങിക്കുന്ന കാര്യം. അപ്പം ഞാനും ഓർത്ത് സൈക്കിൾ വാങ്ങിക്കാം ആദ്യമൊന്ന് ഞാൻ കരുതി. പിന്നെ ഞാൻ ഓർത്ത് നിൽക്കട്ടെ, ഒരു മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ട്യൂഷൻ പഠിത്തവും വരുമാനവും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് സൈക്കിൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് ഞാൻ ഫൈനലായിട്ട് തീരുമാനിച്ചു വെച്ചു. കാരണം നമ്മുടെ വരുമാനം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ.
പിന്നെ ഇതേ കൊറോണ വീണ്ടും ചെറിയ രീതിയിലൊക്കെ തലപൊക്കി വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു മാസത്തെയെങ്കിലും സാലറി രണ്ടിടത്തുനിന്ന് വാങ്ങിയിട്ട് ഭാവി കാര്യങ്ങളെക്കുറിച്ചും സൈക്കിൾ വേണോ എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും. കാരണം അപ്പുറത്തെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചേട്ടൻ്റെ സൈക്കിളാണ്. ചേട്ടൻ വെച്ചാൽ പ്രായമുള്ള ആളാണ് കേട്ടോ. അപ്പം പുള്ളി അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല. നല്ല സൈക്കിളാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല പൊക്കമുണ്ട്, നന്നായിട്ട്. പുതിയ സൈക്കിളല്ലല്ലോ, അപ്പോൾ പുതിയ സൈക്കിളിന് എന്തൊക്കെ ഒരു ചവിട്ടുമ്പോൾ ഒരു പിടുത്തം പോലൊക്കെയുണ്ട്. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല, സ്മൂത്താണ്. കുറച്ച് ഉപയോഗിച്ചത് കൊണ്ട് ഒരു സ്മൂത്തുണ്ട്. അപ്പം അങ്ങോട്ട് പോയപ്പോൾ മഴയില്ലാഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ആസ്വദിച്ച് 6:30 കഴിഞ്ഞ സമയമാണ്. അപ്പോൾ അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അങ്ങനെ പോയി. പക്ഷെ തിരിച്ചു വന്നപ്പോൾ നല്ല മഴയാണ്. അപ്പം ഒരു റോഡെന്ന് പറഞ്ഞാൽ ബസ് പ്രൈവറ്റ് ബസ് പോകുന്നതാണ്. അപ്പോൾ അതുവഴി ഈ മഴയത്ത് കുടയും പിടിച്ച് സൈക്കിൾ ചവിട്ടാൻ എനിക്കത്ര ധൈര്യം പോരാ. കാരണം ഒത്തിരി നാളാവുകയും ചെയ്തില്ല സൈക്കിൾ ചവിട്ടിയിട്ട്. പിന്നെ ഞാൻ ആ റോഡ്, അത് കുറച്ച് ദൂരമുള്ളൂ, ആ റോഡ് കഴിഞ്ഞ് പുതിയ റോഡിൽ വേറെ റോഡിലോട്ട് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഞാനങ്ങ് സൈക്കിളങ്ങ് ചവിട്ടി. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒരു വളവ് വന്നപ്പോൾ ഓപ്പോസിറ്റ് കാറും വരുന്നുണ്ട്. എൻ്റെ പുറകെ ഒരാൾ ആക്റ്റീവയിൽ വന്ന് എൻ്റെ കൂടെ കയറുകയാണ് ചവിട്ടി നീക്കി. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഒന്ന് നന്നായിട്ട് ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് അയാൾക്ക് പോകാനുള്ള സൗകര്യം കൊടുത്തു. അല്ലെങ്കിൽ ആ കാറും ഞാനും ആ പുള്ളിക്കാരനും കൂടെ ഒരുപോലെ ആ വളവിന് വെച്ച് വളഞ്ഞു. പുള്ളി ഏതോ ചില ആളുകളുണ്ട് ഇങ്ങനെ കണ്ടം തുണ്ടം വണ്ടി ഓടിക്കുന്നവരുണ്ട്. ചില ഓട്ടോക്കാരുടെ രീതി കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന 2 വീലർ ഓടിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്ക് എന്തൊക്കെയോ ധൃതിയാണ്, അതൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് എന്തോ കാര്യം സാധിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാറിക്കോ, ഞാനൊന്ന് പൊക്കോട്ടെ, ഈ ഒരു മൈൻഡോടുകൂടിയാണ് അവർ വണ്ടിയെ പോകുന്നത്. അത് നമുക്ക് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവർ നമ്മുടെ അടുത്തോട്ട് കയറി ഇങ്ങനെ വരുന്നത്. ഏതായാലും അങ്ങനെ ആ ചെറിയ മഴ ഇങ്ങനെ കുറഞ്ഞു വന്നു. നല്ല മഴയായിരുന്നു, പിന്നെ ചെറുതായിട്ട് വന്നു. ഇവിടെ വന്നപ്പോഴേക്കും മഴ ഏകദേശം കുറഞ്ഞു. പിന്നെ അവിടെ സൈക്കിൾ കൊണ്ടുവച്ചിട്ട് വന്നപ്പം ഇവിടെ ഒരാൾ ഉണർന്നിട്ടുണ്ട്. അപ്പം ഞാൻ പോകാൻ നേരത്തെ അമ്മയോട് പറഞ്ഞിട്ടാണ് പോയത്, കുഞ്ഞ് ഉറങ്ങുകയാണ്, നോക്കിക്കോണേ. അപ്പം ഞാൻ പിന്നെ വന്നപ്പോൾ ഇവിടെ അകത്തുണ്ട്, ഇങ്ങനെ തപ്പി നടക്കുവാന്ന് തോന്നുന്നു, എന്നെ കാണുന്നില്ലല്ലോ. അപ്പോൾ എന്നെ കണ്ടു കഴിയുമ്പോൾ പിന്നെ കുറച്ച് ഭയങ്കര സ്നേഹമാണ്, അങ്ങ് കെട്ടിപ്പിടിച്ചിരിക്കും കുറച്ച് നേരം, ആര് വിളിച്ചാലും പോകത്തില്ല. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കൊണ്ട് നടക്കണം. പിന്നെ ഞങ്ങൾ മുകളിൽ വന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കളിയും ചിരിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഓക്കെ. പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കൊടുത്ത് ഞാൻ 8:30 കഴിഞ്ഞപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കും പുള്ളി എണ്ണീറ്റ് ആ ഒരു ടൈമാണ്. പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഫ്രഷാക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ പോകുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡുണ്ട്, ഞാൻ പോയിട്ട് വരാം കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും, മിണ്ടത്തില്ല. വിഷം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക എന്നെ തന്നെ, എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ വളരെ ദയനീയമായിട്ട് എന്നെ നോക്കും. അത് കാണുമ്പോൾ എനിക്കങ്ങ് സഹിക്കാനും പറ്റത്തില്ല. ആദ്യമായിട്ടാണ് അവളത്ര ഇതായിട്ട്. സാധാരണ അവൾ എൻ്റെ അടുത്തുനിന്ന് കറങ്ങാൻ പോവാണ് അച്ഛനും മോളോടെ ചെയ്യാറ്. പക്ഷേ ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ സങ്കടമാണ്. എങ്കിലും അപ്പം വരാം, 1.5 മണിക്കൂറത്തെ കാര്യമുള്ളൂ. പോയിട്ട് വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അമ്മ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ ഇന്ന് രാവിലെ അതുപോലെ അമ്മ വന്ന് കെട്ടിപ്പിടിച്ച് കുറേ നേരം നടന്നു. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ ഇന്നത്തെ ദിവസം വൈകുന്നേരം ഇച്ചിരി പ്രശ്നമായിരുന്നു. ഇന്നലെ അതുപോലെ തന്നെ വൈകുന്നേരം ഞാൻ റെഡിയായി കഴിയുമ്പോഴത്തേക്കും പുള്ളി എന്നെ വിടാത്ത രീതിയിൽ. ഇന്നലെ എന്നൊക്കെ പറയാം, അമ്മ എന്നെയും കൂടെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു എങ്ങനെ കൊണ്ടുപോകാനാണ്, കാരണം ഇവിടുന്ന് അവിടം വരെ അവളെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ താമസം വരും. പിന്നെ അവിടെ ചെന്നാലും അവൾക്ക് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്കൊക്കെ ഡിസ്റ്റർബ് ആകും അവളെയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ. പിള്ളേരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. അപ്പോൾ അത് നമുക്ക് ശരിയല്ലല്ലോ. ഇന്നാണെങ്കിൽ കറണ്ടില്ലായിരുന്നു ഉച്ചയ്ക്ക് ഉറങ്ങാനായിട്ട്, അതുകൊണ്ട് ഒരുപാട് താമസിച്ച് ഉറങ്ങാൻ.
ഞാൻ അതുകൊണ്ട് പോകാൻ റെഡിയായി കഴിഞ്ഞപ്പം വിളിച്ചു നോക്കിയപ്പം എണ്ണീറ്റ്. പക്ഷേ മനസ്സിലായി ഞാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പം പിന്നെ വിടത്തില്ല, എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എങ്ങനെ കിടക്കുക. പിന്നെ എഴുന്നേൽപ്പിച്ച് ഫ്രഷാക്കി വെള്ളമൊക്കെ കൊടുത്ത് ഏത്തപ്പഴമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ നിൽക്കുക. പിന്നെ ഞാൻ സാറിന് മെസ്സേജ് അയച്ചു, സാറ് 10 മിനിറ്റ് താമസമാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറക്കത്തിൻ്റെ ഇതൊക്കെ മാറിക്കഴിഞ്ഞ് അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയിട്ട് വരാൻ, പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞു. അമ്മ ചെയ്യുന്ന ജോലിയൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങനെ ഞാൻ പോയത്. പക്ഷേ 1/4 മണിക്കൂർ താമസിച്ചാണ് ചെയ്തത്. പിന്നെ സാറ് നോക്കിക്കോളും, കുഴപ്പമില്ല, അത്യാവശ്യം കുട്ടികളായി വരുന്നേ ഉള്ളൂ. സാറിന് നേരത്തെ ഒരുപാട് സ്ഥലത്തൊക്കെ പഠിപ്പിച്ചിട്ടുള്ള വലിയ വലിയ സെൻറ്ററുകളൊക്കെ, കോച്ചിങ് സെൻറ്ററുകളിലൊക്കെ പഠിപ്പിച്ചേ. അപ്പം സാർ അതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തോളൂ. പിന്നെ നമ്മൾ ചെന്നെല്ലാം ഒന്നുകൂടെ ഒന്ന് കുട്ടികളെ നോക്കണം എന്നുള്ള ഇതേ ഉള്ളൂ. അങ്ങനെയാണ് പഠിത്തത്തിൻ്റെ കാര്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നേരത്തെയും ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ അവരുടെ അക്ഷരങ്ങൾ ആദ്യമേ നിങ്ങൾ ശരിയാക്കണം. അത് ഏത് ക്ലാസ്സിൽ 10 വരെയുള്ളത് നിങ്ങൾ എന്തായാലും 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളോട് ഒന്ന് അക്ഷരം എഴുതാൻ തീർച്ചയായിട്ടും പറയണം. മലയാളം ആയാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അക്ഷരങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട്, അല്ലെങ്കിൽ പുസ്തകങ്ങളിലൊക്കെ കാണുമല്ലോ. എന്തായാലും നിങ്ങൾ കേൾക്കുന്നത് ആരാ എന്നറിയില്ലല്ലോ. രക്ഷിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് കുട്ടികളെ കൊണ്ട് ഒരു ദിവസം എഴുതിപ്പിക്കുക. അതുപോലെ തന്നെ കണക്കിൽ പട്ടിക, ടേബിൾ, അത് 1ൻ്റെ ഗുണനപ്പട്ടികയാണ് നോക്കേണ്ടത് കേട്ടോ. 1 തൊട്ട് 10 വരെ. 1ൻ്റെ എളുപ്പമാണ്. അപ്പോൾ പിന്നെ 10 വരെ ഉള്ളത് നിങ്ങളൊന്ന് എഴുതിപ്പിക്കണം. അപ്പം ചിലർക്ക് എഴുതാൻ കുഴപ്പമില്ല, ചൊല്ലാൻ പ്രയാസമാണ്. അപ്പോൾ അത് ചൊല്ലി പഠിക്കാനായിട്ട് നിങ്ങൾ പറയണം. മസ്റ്റായിട്ടത് 10 വരെ പഠിപ്പിക്കണം. അതിനൊന്നും ഒരു മാറ്റവും വരുത്തില്ല കേട്ടോ. കാരണം ഈ ഇത്രയും കാര്യങ്ങൾ, അക്ഷരം വേണം, അക്ഷരം അറിയാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ കണക്ക് ചെയ്യണമെങ്കിൽ ഈ പട്ടിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മൾ ആ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ആ അടിസ്ഥാനം നമുക്ക് എല്ലാ കുട്ടികൾക്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ലാതെ അവർക്ക് മുന്നോട്ട് വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ പറ്റും. ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ അത് അറിയത്തില്ലെങ്കിൽ എന്താണ്, തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അക്ഷരത്തെറ്റായാലും വാക്കുകളിൽ തെറ്റാണേലും വാക്യങ്ങളിലെ തെറ്റുകളാണേലും അല്ലേ, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും. കറക്റ്റായിട്ടൊന്നും എഴുതാൻ പറ്റണമെന്നില്ല. നമ്മൾ എന്താണ് മനസ്സിൽ കരുതുന്ന ആശയം നമുക്ക് ഏതാ സ്ഥാനത്ത് വൃത്തിയായിട്ട് എഴുതി വയ്ക്കാനായിട്ട് പറ്റില്ല. അതാണ് ഈ അക്ഷരങ്ങൾ മനസ്സിലാക്കാതെ എഴുതാതെയും പഠിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം. അപ്പം നമ്മൾക്ക് അത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തെ നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകരുത്. അതിൽ നാണക്കേട് എന്നൊന്നും വിചാരിക്കില്ല. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചിരുത്തി ആരെങ്കിലും അക്ഷരം ഒന്ന് പറഞ്ഞതാ എന്ന് കൊച്ചു കുട്ടികളാരെങ്കിലും ചോദിച്ചാൽ അവിടെ ഇരുന്ന് അത് അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. കാരണം 3ൽ പഠിക്കുന്ന ഒരു കുട്ടി, അവന് ഇംഗ്ലീഷ് അക്ഷരം അറിയില്ല, മലയാളം അക്ഷരം അറിയില്ല എന്ന് പറയുന്നത് വലിയ നാണക്കേടാണ്. പക്ഷെ 10ൽ പഠിക്കുന്ന കുട്ടിക്ക് അതേ അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയ നാണക്കേടാണ്. ഇപ്പം രക്ഷിതാക്കൾ പറയുന്നത് ഹോംവർക്കൊക്കെ സ്കൂളിൽ നിന്ന് പറയുന്ന ഹോംവർക്കൊക്കെ ട്യൂഷൻ സെൻറ്ററിൽ വെച്ച് തന്നെ അതെല്ലാം തീർത്തിട്ട് വേണം വീട്ടിലേക്ക് വിടാൻ, ഞങ്ങൾക്ക് സമയം കിട്ടില്ല അതൊന്നും ശ്രദ്ധിക്കാനൊന്നും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്നത്? കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ പിന്നെ എന്താ വേറെ പറയാനുള്ളത്? മിക്ക കുട്ടികളും, ഞാൻ എല്ലാവരെയും കൊണ്ട് 1ാം ക്ലാസ് തൊട്ടുണ്ട് എല്ലാവരെയും കൊണ്ട് പേര് എഴുതിപ്പിച്ച് നോക്കി, സ്വന്തം പേര്. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് തെറ്റ് വന്നവരുണ്ട്, മലയാളത്തിൽ എഴുതിയവർക്കാണ് കൂടുതൽ തെറ്റ്. ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കാണ്, പക്ഷേ മലയാളത്തിൽ എഴുതുമ്പോൾ മൊത്തം തെറ്റാണ്. അപ്പോൾ
അങ്ങനെ ഒരുപാട് തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ശരിയായിട്ടൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ അത് പഠിക്കണം. അങ്ങനെ നമ്മുടെ സ്വന്തം പേര്, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേര്, വീട്ടുപേര്, അതുപോലെ തന്നെ ഫോൺ നമ്പർ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം കുട്ടികളെല്ലാവരും പഠിക്കേണ്ട കാര്യമാണ്. വീട്ടുപേര് തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ അഡ്രസ്സ് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായ അഡ്രസ്സ് നമുക്ക് സഹായം ചെയ്യും. അതുപോലെ തന്നെ ഫോൺ നമ്പർ, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഇതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ വീട്ടിൽ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. കാരണം അത് നമുക്ക് ഏത് രീതിയിലാണ് ഗുണം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതായത് കുഞ്ഞിലേ തന്നെ എല്ലാവരും അത് അച്ഛൻ്റെ അമ്മയുടെയും പേരും വീട്ടുപേരും ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അക്ഷരം പഠിപ്പിക്കണം. ടേബിള്, അതായത് പട്ടിക, അതും ഉറപ്പായിട്ടും പഠിപ്പിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ 2 ദിവസം കൊണ്ടുള്ള ട്യൂഷനിലെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വിഷമം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കും. പിന്നെ ഒന്നെന്ന് പറയുന്നത്, ഞാനിപ്പോൾ വീഡിയോയുടെ എണ്ണം വളരെ കുറച്ചിട്ടുണ്ട്. കാരണം എൻ്റെ വീഡിയോ കാണുന്നത് ഇപ്പോൾ 1, 2, 3 അല്ലെങ്കിൽ 5, 6, 7 അങ്ങനെയൊക്കെയുള്ള അത്രയും വ്യൂസേ വരുന്നുള്ളൂ. കാരണം ഞാൻ അറിഞ്ഞത് യൂട്യൂബിൻ്റെ ഒരു അപ്ഡേഷനാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരാൾ കാണുന്നില്ല എങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടും സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നില്ല എങ്കിൽ, പിന്നീട് അയാൾക്ക് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പോവില്ല എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് മാറി. അപ്പോഴെന്താണ്, ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അത് അപ്പോൾ കാണുന്ന ആൾക്ക് മാത്രമേ ഇനി അത് ഏത് ചാനലിൻ്റെ ആയാലും നോട്ടിഫിക്കേഷൻ പോവുള്ളൂ. അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്തു വല്ലപ്പോഴും ഒക്കെ വീഡിയോ കേൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് നോട്ടിഫിക്കേഷൻ പോവില്ല, നമ്മൾ അറിയാതെ പോകും. അല്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയെടുത്ത് കേൾക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം വ്യൂസ് താഴേക്ക് പോയത്. അപ്പം നേരത്തെയൊക്കെ 20 മണിക്കൂർ മുകളിൽ എനിക്കൊരു ദിവസം ടൈം കിട്ടുമായിരുന്നു. 20 മണിക്കൂറൊക്കെ ആളുകൾ കേൾക്കുമായിരുന്നു എൻ്റെ വീഡിയോസ്. പക്ഷേ ഇപ്പോൾ ദിവസം 1 മണിക്കൂർ മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. കാരണം അത്രയും ഫാസ്റ്റായിട്ട് എനിക്ക് 1000 മണിക്കൂർ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ പോയി, ആളുകൾ കേട്ടിട്ടാണ് അത്ര നല്ല രീതിയിൽ പോയത്. അപ്പം ഇപ്പം നോട്ടിഫിക്കേഷൻ പോകാത്തത് കൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ എത്ര വീഡിയോ ഇട്ടാലും ഇത്രയൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഈ 5, 6 അല്ലെങ്കിൽ ഒരു 10 പേരെ സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കേൾക്കുന്നുള്ളൂ എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും മിനിമം ഞാൻ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ആ രീതിയിലേക്ക് പോട്ടെ. കാരണം ഞാൻ വെറുതെ കുത്തിയിരുന്ന് ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിപ്പിക്കാൻ പോണ അപ്പോൾ തൊണ്ടയുടെ ആ ഒരു പ്രശ്നം, വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുകൂടെ ചെയ്തിട്ട് അത് കേൾക്കാനില്ലാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അത് വളരെ മോശമാണല്ലേ. കാരണം നമ്മളൊരു സംഗീത കച്ചേരി വെച്ചിട്ട് സ്റ്റേജ് ഓപ്പണായി കഴിയുമ്പോഴത്തേക്ക് 5, 6 പേര് അവിടെ ഇവിടെ എന്നൊക്കെ പറയുമ്പം അത് അവതരിപ്പിക്കുന്ന ആൾക്ക് ഭയങ്കര വിഷമമാവും, ഒരു ഫീലാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ. യൂട്യൂബ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. കാരണം ഇപ്പോൾ ഇനി എല്ലാവരുടെയും യൂസിലത് പ്രശ്നമാണ്. കാരണം അവരെ ബാധിക്കും. അപ്പം അവർ ഒരുപക്ഷെ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എമൗണ്ട് കുറച്ചല്ലേ കൊടുക്കേണ്ടി വരുള്ളൂ എന്നൊക്കെ ആയിരിക്കാം. എന്തായാലും ഏറ്റവും വല്ലാത്തൊരു ചതിയായിപ്പോയി എന്ന് പറയുന്ന പോലെയാണ്. കാരണം അത്രയും കഷ്ടപ്പെട്ടൊക്കെ ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു ബെനിഫിറ്റിൽ നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും 10 പേര് കണ്ടു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് കിട്ടാതെ പോകുക എന്ന് പറയുമ്പം അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും സ്ഥിരം കാണുന്ന 1-2 പേരുണ്ട്. അവരെനിക്ക് കറക്റ്റായിട്ട് അത് കഴിയുമ്പോഴത്തേക്കും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 പേര്, പിന്നെ കുറച്ച് പേര് സമയമില്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് അതെന്നെ കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം, അത്രയും ആളുകളെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ കേൾക്കാൻ കുറച്ച് പേരുള്ളതുകൊണ്ട് എന്തായാലും ഞാൻ ചാനൽ നിർത്തുകയൊന്നുമില്ല. മാക്സിമം ഞാൻ
അറിവുകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ വീഡിയോസിലൂടെ എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും ഞാൻ ചെയ്ത് തരും. അപ്പോൾ അതൊക്കെ കേൾക്കുക. പിന്നെ ഇത് എനിക്കൊരു ഡൗട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സാധാരണ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു ദിവസം 5-6 പേരൊക്കെ വന്നിട്ട് അങ്ങനെ കയറി പെട്ടെന്നാണ് ഈ 500 പേര് ഞാൻ ആരോടും അങ്ങനെ പുറമേ ഉള്ള ആളുകളോട് പറയാൻ ഇത്രയും ആയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആരും അങ്ങോട്ട് വരുന്നില്ല. കുറേ ദിവസങ്ങൾ കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരാൾ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ ശരിക്കും നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. അപ്പം നെഗറ്റീവായി ബാധിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം പക്ഷേ നമുക്ക് നമ്മുടെ സ്ഥിരം ചേട്ടന്മാരെയൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അവർ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മളെ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ചാനൽ നിർത്തില്ല. എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നെറ്റിൻ്റെയോ കറണ്ടിൻ്റെയോ ഒന്നും പ്രശ്നമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ എങ്കിലും ഇടുന്നതായിരിക്കും. അപ്പം അതൊക്കെ കേൾക്കുക. പിന്നെയുള്ള കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തായാലും എൻ്റെ ട്യൂഷൻ അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഞാൻ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. കാരണം വേറൊന്നുമല്ല, നിങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ രക്ഷിതാക്കളാണെങ്കിൽ, ആരുടെയെങ്കിലുമൊക്കെ രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങൾക്കത് ഏതെങ്കിലും രീതിയിൽ കുട്ടികൾക്കും പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം ശരി, എല്ലാവരും കേൾക്കുക കേട്ടോ.